ഇവിടെ നമ്മളൊരു വാക്ക് ഉച്ചരിക്കുന്നുണ്ട് എങ്കിൽ ആ വാക്ക് പുറപ്പെടുന്നത് ആ പരാശക്തിയിൽ നിന്ന് തന്നെയാണ്. ഇപ്പൊ ഈ നവാഹത്തിൽ നിങ്ങളിവിടെ സന്നിഹിതരായിരിക്കുന്നുവെങ്കിൽ ഇത് പൂർവ്വജന്മ സുഹൃതം കൊണ്ടാണ്. ഒരു നിമിഷമെങ്കിലും ആചാര്യനിൽ നിന്ന് ഭഗവതിയുടെ നാമം കേൾക്കുന്നുവെങ്കിൽ അത് അദ്ദേഹത്തിന്റെ സുഹൃതം, അതിൽ നിന്ന് നമ്മളിലേക്ക് പകർന്നു കിട്ടുന്ന മഹാസുഹൃതമാണ്. മോക്ഷ എന്ന ഏറ്റവും ശ്രദ്ധേയമായ ചാനലിന്റെ ജീവാത്മാവും ബ്രഹ്മാത്മാവുമായ പ്രിയപ്പെട്ട സഹോദരി മോചിത നമ്മുടെ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ദേവിയുടെ അനുഗ്രഹമാണ് ഒരു ക്ഷേത്രത്തെ വലിയ പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലെ നമ്മൾ ഗ്രന്ഥങ്ങളിൽ കേട്ടിട്ടുള്ള വായിച്ചറിഞ്ഞിട്ടുള്ള ദേവാലയങ്ങളിൽ മോക്ഷ എന്ന വലിയ ദൃശ്യമാണ്. മോചിത എന്ന സഹോദരി, രണ്ടും മോ എന്ന അക്ഷരമാണ്. പൗർണമികാവിലെ അക്ഷര ദേവിമാരുമായി ബന്ധപ്പെട്ട ശിവസംഹിത പഠിച്ചപ്പോഴാണ് മോചിത എന്ന പേര്. മോചിത ഇപ്പോൾ നടത്തുന്ന ഈ കർമ്മം ചെയ്യുന്നതിന് മുൻപേ അമ്മയും അച്ഛനും ഇട്ടവരാണ്. ചാനലിന്റെ പേര് മോക്ഷ എന്ന. ഞാൻ സ്ഥിരമായി കാണുന്ന ഒരാളാണ്. എന്നാൽ നമ്മുടെ ഭാഗവത ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്യാറുണ്ട്. കാരണം അങ്ങനെയൊരു തപസ്യ, മാതാപിതാക്കളുടെ അനുഗ്രഹവും ഗുരുക്കന്മാരുടെ കാരുണ്യവും ഭഗവാന്റെയും ഭഗവതിയുടെയും അനുഗ്രഹം ഇല്ലാതെ ചെയ്യാൻ സാധിക്കില്ല. മോചിതയ്ക്ക് മറ്റ് പല കർമ്മങ്ങളും ജീവിതത്തിൽ സ്വീകരിക്കാം. പക്ഷേ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുൻപേ തന്നെ ഈ മണ്ണിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഭാരതത്തിന്റെ ആധ്യാത്മിക ദേവാലയങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുക, അവിടെ പോകുന്ന ഒരു പ്രതീതിയാണ്. മോചിതയുടെ അവതരണം കേൾക്കുമ്പോൾ നമ്മൾ അവിടെ നിൽക്കുന്ന പോലെ തോന്നും. നമ്മുടെ ഒരു നിയോഗം പോലെ സർവമംഗള മംഗലേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ, 3 കണ്ണുകൾ ഉള്ളവളെ. അമ്പകം കണ്ണാണ്. അപ്പൊ ഒരു കണ്ണ് സൂര്യൻ, ഒരു കണ്ണ് ചന്ദ്രൻ, ഒരു കണ്ണ് ദീപം. ആ ഭാഗം വായിക്കുമ്പോ ഞാൻ പുറകിലിരുന്ന നമ്മുടെ പാരായണം ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പോഴാണ് മോചിതയെ കണ്ടു. ഞാൻ നിർബന്ധിച്ച് പറഞ്ഞു, മൃദംഗശൈലേശ്വരി അമ്മയുടെ നടയിൽ നടക്കുന്ന ഈ നവാഹയജ്ഞത്തിന് ഒരു ആശംസ ഇവിടെ നിന്നുകൊണ്ട് മോചിത അർപ്പിക്കണം. അത് വേണ്ടെന്ന് ആദ്യം പറഞ്ഞു. പിന്നെയും നിർബന്ധത്തിന് വഴങ്ങുക എന്നത് ഒരു വിധേയത്വം. അത് കൂടിയേ തീരൂ എന്ന ആഗ്രഹം സമർപ്പിച്ചപ്പോ ഒന്നും പറഞ്ഞില്ല. ആ മൗനത്തെ ബാജാരമായി കണ്ടുപോയി. സമയപരിധിയില്ലാതെ മോചിതയുടെ സ്വതസിദ്ധമായ ശൈലി, കോട്ടയം തമ്പുരാന് കഥകളിയിലെ സ്ത്രീവേഷം എങ്ങനെ വേണമെന്നുള്ള ആശങ്ക വന്നപ്പോ ദേവി പ്രത്യക്ഷപ്പെട്ട സ്ഥാനത്ത് അദ്ദേഹത്തിന്റെ നാമധേയത്തിലുള്ള ഈ കലാപീഠത്തിൽ മള്ളിയൂർ തിരുമേനിയുടെയും മൃദംഗശൈലേശ്വരി അമ്മയുടെയും ഛായാചിത്രങ്ങൾ വെച്ചുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് ഈ സന്നിധാനത്തിലേക്ക് എത്തുന്നവർക്കും മോചിതയുടെ വാക്കുകൾ അനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ വിനയത്തോടെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് മോചിതയെ ഞാൻ വിനയപരിസരം ചെയ്യും. നമസ്കാരം ഏവർക്കും. ഇങ്ങനെ ഒരു നിമിഷം ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ്. പക്ഷേ അവിചാരിതമായത് സംഭവിക്കുക എന്ന് പറയുന്നതാണല്ലോ അവിടുത്തെ അമ്മയുടെ പദ്ധതികൾ. അപ്പോൾ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്നത് ആ നിമിഷം, അമ്മ തരുന്ന നിമിഷത്തെ ആഘോഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സാക്ഷാൽ മാതങ്കി ചൈതന്യവത്തായി നിൽക്കുന്ന ഈ ക്ഷേത്രഭൂമിയിൽ നിന്നുകൊണ്ട് ഈ പാരായണം ശ്രവിക്കുമ്പോൾ ഏറ്റവും അർത്ഥസ്ഫുടതയോടുകൂടി, അതിൻ്റെ ഉച്ചാരണ ശക്തിയോടുകൂടി, ഇത് തുടക്കം മുതലേ കേട്ടുകൊണ്ടിരിക്കാൻ വന്നപ്പോൾ തൊട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇവിടെ നമ്മളൊരു വാക്ക് ഉച്ചരിക്കുന്നുണ്ട് എങ്കിൽ ആ വാക്ക് പുറപ്പെടുന്നത് ആ പരാശക്തിയിൽ നിന്ന് തന്നെയാണ്. നമുക്ക് ആ അമ്മ നമ്മളിൽ പ്രവർത്തിച്ചില്ല എങ്കിൽ, ആ മാതങ്കി ആ വീണയൊന്നും വീട്ടിക്കൊണ്ടേ ഇരുന്നില്ല എങ്കിൽ ഒന്നുമല്ല, ചലിക്കില്ല, സംസാരിക്കില്ല, ഒന്നും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് മോചിത എന്ന് പറയുന്ന വ്യക്തി ഒന്നുമേ ചെയ്തിട്ടില്ല, വെറുതെ ഇങ്ങനെ ഒരു ഉപകരണമായിട്ട് നിൽക്കുകയാണ്.
ആ ഭഗവതി ഇങ്ങനെ വീണ വായിക്കുമ്പോൾ നടക്കുന്നു, സംസാരിക്കുന്നു. ഈ പറയുന്ന വാക്കെല്ലാം അവിടുന്ന് വരുന്നതാണ്. പക്ഷെ ഈ മഹാഭാഗ്യം ഇപ്പോൾ ആചാര്യനൊപ്പം നിൽക്കുമ്പോൾ അദ്ദേഹം ഇവിടെ നവാഹം നടത്തുമ്പോൾ ഓരോ നവാഹത്തിലൂടെയും ശുദ്ധീകരിക്കപ്പെടുന്നത് നമ്മുടെ ആത്മാവാണ്, ഊർജ്ജസ്വലമാകുന്നത് നമ്മുടെ ശരീരവും മനസ്സുമാണ്. മനുഷ്യനാണ് ഇതെല്ലാം വേണ്ടത്, ജീവജാലങ്ങൾക്കെല്ലാമാണ് ഇതെല്ലാം വേണ്ടത്. പരാശക്തിക്ക് ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഊർജ്ജമാണ് അവിടെ. പരാശക്തിയിലൂടെ നമ്മളാണ് സംശുദ്ധീകരിക്കപ്പെടുന്നത്, നമ്മളാണ് സ്ഫുടം ചെയ്യുന്നത് ഓരോ നവാഹത്തിലൂടെ, ഓരോ സപ്താഹത്തിലൂടെ. ഇപ്പം ഈ നവാഹത്തിൽ നിങ്ങളിവിടെ സന്നിഹിതരായിരിക്കുന്നുവെങ്കിൽ ഇത് പൂർവ്വജന്മ സുഹൃതം കൊണ്ടാണ്. ഒരു നിമിഷമെങ്കിലും ആചാര്യനിൽ നിന്ന് ഭഗവതിയുടെ നാമം കേൾക്കുന്നുവെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ സുഹൃതം, അതിൽ നിന്ന് നമ്മളിലേക്ക് പകർന്നു കിട്ടുന്ന മഹാസുഹൃതമാണ്. അതുകൊണ്ട് ഈ ജന്മം എന്ന മഹാഭാഗ്യത്തെ ആ ഭഗവതി തൻ്റെ ത്രിനേത്രങ്ങളിൽ സൂര്യനാകുന്ന പ്രകാശത്തെ തന്ന്, ചന്ദ്രനാകുന്ന മനസ്സിൻ്റെ ആർദ്രതയെ തന്ന്, ദീപമാകുന്ന ജ്ഞാനത്തെ തന്ന് ആ സാക്ഷാൽ പരാശക്തി നമ്മളെ മുന്നോട്ട് നയിക്കുമ്പോൾ ഭയമേതും വേണ്ട. ഈ സുഹൃതങ്ങളെ, ഈ നിമിഷങ്ങളെ അനുഗ്രഹമായി സ്വീകരിച്ചുകൊണ്ട് സർവരും മുന്നോട്ട് പോവുക സദാസമയം. ഈ ജന്മം തന്നെ മഹാ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഈ നവാഹത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒപ്പം ആചാര്യനിൽ നിന്ന്, അതുപോലെ ദേവീ നാമം ഉച്ചരിക്കുന്ന ഓരോരുത്തരിൽ നിന്നും, ഓരോ ജ്ഞാനികളിൽ നിന്നും ഭഗവതി നാമങ്ങൾ, ഭഗവതി എന്ന ജ്ഞാന സ്രോതസ് ജ്ഞാനപ്പാലായി അമൃതായി പുറത്തേക്ക് വരട്ടെ. ആ പാല് സ്വീകരിച്ച് നമ്മളൊക്കെയും ജ്ഞാനമുള്ളവരും ആരോഗ്യമുള്ളവരും സുബോധമുള്ളവരുമായി മാറട്ടെ. ശുദ്ധബോധത്താൽ അനുഗ്രഹീതരാകട്ടെ. ആശംസകൾ. ചെറുപയർ ചെറുമണി ഗുണം വലുതെന്ന് പറയുന്നത് പോലെയാണ് മോചിതയുടെ വാക്കുകൾ. ദേവിയുടെ സൂര്യനാകുന്ന കണ്ണിൽ നിന്ന് പ്രകാശവും, ചന്ദ്രനിൽ നിന്ന് നിലാവും, ദീപത്തിൽ നിന്ന് അജ്ഞാനത്തെ മാറ്റുന്ന, അന്ധകാരത്തെ മാറ്റുന്ന ജ്ഞാനത്തിൻ്റെ വെളിച്ചവും എന്ന വാക്ക് നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. പൂർവ്വജന്മ സുഹൃത്തിൻ്റെ കാര്യം സൂചിപ്പിച്ചു, അത് നമ്മൾ രാവിലെ വായിച്ചു. മഹാദേവനും പാർവതി ദേവിയും ശ്രീകൃഷ്ണ ഭഗവാൻ കൊടുക്കുന്ന ഉപദേശമാണ്. പൂർവ്വജന്മ സുഹൃതം കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ സാധിക്കും. ഒരു വാക്ക് ഉച്ചരിക്കണമെങ്കിൽ, ആ സ്ഥാനം എത്തണമെങ്കിൽ കാറ്റടിച്ച് നമ്മളാകുന്ന ഇലകളെ അവിടെ കൊണ്ടുവന്ന് നിർത്തി ആ പരാശക്തി, ആ ദേവത ഇരിക്കുന്ന ചൈതന്യത്തെ ലോകർക്ക് അറിയിച്ചു കൊടുക്കുന്ന ഒരു വലിയ കർത്തവ്യമാണ് മോചനം. അതെല്ലാവരും സാധിക്കും. 90 വയസ്സിനുള്ളിൽ 2000 മഹാഗുരു ഭാഗവത ഹംസം മഴയുദ്ദീപനി പറയുമായിരുന്നു, എല്ലാവർക്കും ഈ ഐഡന്റിറ്റി കാർഡ് പോക്കറ്റിൽ വെച്ചോ കൈറ്റിൽ തൂക്കിയോ നടക്കാൻ ശ്രമിക്കും. അതിന് ദേവിയും ഭഗവാനും നിയോഗിച്ചവർക്ക് മാത്രമേ ആ കർമ്മം ചെയ്യാൻ സാധിക്കും. നാക്കുള്ള എത്രയോ പേരുണ്ട്, പലരും സംസാരിക്കുന്നില്ല. ചെവികളുള്ള എത്രയോ പേരുണ്ട്, പലരും കേൾക്കുന്നില്ല. കണ്ണുകളുള്ള എത്രയോ പേരുണ്ട്, പലർക്കും കാണാൻ സാധിക്കുന്നില്ല. ആ ചെവികളെ കൊണ്ട് കേൾപ്പിക്കുന്ന, നാവിനെ കൊണ്ട് ഭഗവതിയുടെ മാഹാത്മ്യം ഉച്ചരിപ്പിക്കുന്ന, കണ്ണുകളെ കൊണ്ട് ആ രൂപം കാണിക്കുന്ന, കൈകൾ കൊണ്ട് അതിൻ്റെ മുന്നിൽ ശിരസ് നമിച്ച് നമസ്കരിക്കുന്ന, പാദങ്ങൾ കൊണ്ട് അതിന് ചുറ്റും കറങ്ങി ജീവിതത്തിലേക്ക് അടക്കം തീർക്കുന്ന ഒരു വലിയ കർമ്മത്തിൽ നമ്മൾ പോകാത്ത പല ദേവാലയങ്ങളെ കുറിച്ചും വളരെ ത്യാഗം സഹിച്ച് കഷ്ടപ്പെട്ട് അവിടെ എത്തി ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു കർമ്മം ചെറിയ ഒരു കാര്യമല്ല. അതിനെ ചെറുതായി കണ്ടാൽ, മോക്ഷയിലൂടെ മോചിത ചെയ്യുന്ന ആ വലിയ കർമ്മത്തെ നമ്മൾ ചെറുതായി കണ്ടാൽ നമ്മൾ ചെറുതാവും. അത് വലുതായി കണ്ടാൽ വലിയ കാര്യങ്ങൾ ഈശ്വരൻ നമുക്ക് സാധിച്ചു തരും. എന്തായാലും ഇത് നമുക്ക് ചൊവ്വാഴ്ച ഷഷ്ടി തിഥിയിൽ ലോകം കണ്ട ഗുരുക്കന്മാരിൽ ദേവീ ദർശനവും ഭഗവത് ദർശനവും കിട്ടിയ ശ്രീ നാരായണ ഗുരുദേവന്റെ നക്ഷത്രമായ ചതയം കൂടിയാണ്. അപ്പൊ ഇതും ഒരു വലിയ യോഗമാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേഷനെ വാഴുന്ന മാതൃകാസ്ഥാനമാണ് ഇത് എന്ന തിയറി പ്രാക്ടിക്കലാക്കിക്കൊണ്ടാണ് മോചിത ഓരോ തീർത്ഥാടനം നടത്തി ആ ദേവതയെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. അത് അനവരത മനുസ്യൂതം അഭംഗുരം അനായാസം തുടരാൻ മോചിതയ്ക്ക് മൃദംഗശൈലേശ്വരിയമ്മയും കൊട്ടിയൂർ മഹാദേവൻ എല്ലാ നന്മകളും നൽകണമേ എന്ന് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് കൈയടിച്ച് വീണ്ടും ആ യാത്ര തുടരട്ടെ. നമ്മളൊക്കെ അവിടെ ചെല്ലുന്നതിന് തുല്യമായി അത് നമ്മളെ അറിയിച്ചു തരുന്ന ആ വലിയ ദൗത്യം വളരെ ഭക്തിയോടും വിനയത്തോടും ആത്മാർത്ഥതയോടും ചടുലതയോടും കൂടി ജനങ്ങളിൽ എത്തിക്കാൻ മോചിതയുടെ ആ തീർത്ഥയാത്ര അഭംഗുരം അനായാസം തുടരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദേവീ ഭാഗവത നവാഹയജ്ഞത്തിന്റെ മാലയിൽ
മോചിതയുടെ വാക്കുകൾ കൂടി ചേർത്ത് ഒരു നല്ല ലോക്കറ്റ് പോലെ അത് വനമാലയായി മാറാൻ നമുക്കും കഴിഞ്ഞത് നമ്മുടെ സൗഭാഗ്യമാണ്. സജ്ജനങ്ങൾക്ക് ഇതൊക്കെ സാധിക്കും. അതുകൊണ്ടാണ് സജ്ജനങ്ങളെ കാണുന്ന നേരത്തെ ലജ്ജ കൂടാതെ വീണ്ടും നമിക്കണം. ഭക്തി തന്നിൽ മുഴുകി ചമഞ്ഞുടൻ ഭക്തനെ പോലെ നൃത്തം കുതിക്കണം എന്ന് പുതാനന്ദന് വേണ്ടി എഴുതിയത് അതുകൊണ്ടാണ് കൊട്ടിയൂരിലെ മഹാദേവൻ മാർക്കണ്ഡേയനോട് പറഞ്ഞത്, ഞങ്ങൾ സജ്ജനങ്ങളെ നമസ്കരിക്കുക മാർക്കണ്ഡേയ, കാരണം അവരുടെ ഉള്ളിൽ ഇരിക്കുന്നത് ഞങ്ങളാണെന്നാണ് അവർ ചിന്തിക്കുന്നത്. അപ്പൊ ഞങ്ങളും അവരും തമ്മിൽ ഭേദമില്ല. ഈ വലിയ തത്വം പഠിക്കുന്ന സർവകലാശാലയാണ് ഓരോ ദേവാലയങ്ങളും. പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലെയും ചെന്നെത്താനും യാത്ര ചെയ്യാനും ഒക്കെ പ്രയാസമുള്ള സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ആ കാലാവസ്ഥയും ഒക്കെ സഹിച്ചുകൊണ്ട് മോചിത നടത്തുന്ന വലിയ കർമ്മം അനേകം പേരെ അവരുടെ ദുരിത ദുഃഖ ദാരിദ്ര്യങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്ന, മോക്ഷത്തിലേക്ക് നയിക്കുന്ന വലിയ കർമ്മമായി തുടരാൻ നമുക്കും പ്രാർത്ഥിക്കാം. ആ ക്ഷണം സ്വീകരിച്ച് മോചിത അർപ്പിച്ച വാക്കുകൾ തീർച്ചയായും ഈ ദേവി ഭാഗവത നവാഹയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിലമതിക്കുന്ന വാക്കുകളായി കാണുന്നു. ദേവിയുടെ വാക്കുകൾ പോലെ കാണുന്നു. സ്ത്രീയെ അമ്മയായി സഹോദരിയായി കാണുന്ന പൈതൃകവും പാരമ്പര്യവും നമ്മുടെ മാത്രം സ്വത്താണ്. അത് തുടരാനും ആ ക്ഷണം സ്വീകരിച്ചിവിടെ എത്താനും സാധിച്ചതിൽ ഞങ്ങൾക്കുമുള്ള അകൈതവമായ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീണ്ടും മോചിതയെ മോക്ഷയിലൂടെ കാണാം, കേൾക്കാം. നമസ്കാരം. ആ വരി 3 കണ്ണുകൾ എന്ന വരി തുടർന്നുകൊണ്ട് നമുക്ക് മഹിഷാസുരമർദ്ദിനിയായി ഭഗവതിയെ ഉച്ചയ്ക്ക് സ്തുതിക്കുന്നതിന് ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കോടി നമസ്കാരം. Moksha, Journey to the Self.